യൂട്യൂബിൽ ഒരു സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സ് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ വളരെ വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ പറയുന്ന ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഒരാൾ നല്ല പണക്കാരനായ ഒരു മനുഷ്യൻ ഒരു BMW കാർ വാങ്ങിച്ചു. അതായത് ആഡംബരമായിട്ടുള്ള ഒരു നല്ലൊരു കാർ വാങ്ങിച്ചു. ഈ കാറ് വാങ്ങിച്ചിട്ട് ആൾ ചെയ്യുന്നത്, ഈ കാറ് ഓടിക്കുന്നത് സാധാരണ നമ്മൾ ഓടിക്കുന്ന പോലെയല്ല. ആൾ ഓടിക്കുന്നത് കുതിരയെ വെച്ച്, 2 കുതിരയെ വെച്ച് കാറിൻ്റെ മുന്നിൽ കെട്ടിയിട്ട് വലിച്ചുകൊണ്ടാണ് ഈ കാറ് കൊണ്ടുപോവുക. അപ്പോൾ ഈ ജനങ്ങളെല്ലാം ഇത് കാണും. ആൾക്കാരൊക്കെ പറയുന്നത് ഇങ്ങനെയല്ല, ഇതിന് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ മൂപ്പര് അംഗീകരിക്കാൻ റെഡിയല്ല. ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ കാറ് വലിക്കുന്ന 2 കുതിരേനേക്കാളും 100 കണക്കിന് കുതിരയുടെ പവർ ഈ കാറിൻ്റെ എൻജിനിലുണ്ട് എന്നുള്ളതാണ്. അതായത് വെറുതെ ഒന്ന് ചാവി തിരിക്കുക, വണ്ടി സ്റ്റാർട്ടാക്കുക, ഓടിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ആ കുതിരേനെ വലിച്ചു കൊണ്ടുപോകുന്നതിനേക്കാളും എത്രയോ വേഗത്തിൽ ഈ കാറിന് സഞ്ചരിക്കാൻ പറ്റും. പക്ഷേ അതാരും മനസ്സിലാക്കുന്നില്ല. ഈ കാറ് വാങ്ങിച്ച ആളും അല്ലെങ്കിൽ ആ കാറ് ഇരുന്ന് യാത്ര ചെയ്യുന്ന ആളും മനസ്സിലാക്കുന്നില്ല. ഇതെന്തിനും ഇവിടെ പറഞ്ഞതല്ലേ, ഇതേ അവസ്ഥയാണ് നിങ്ങൾ ഓരോ ആളുടെയും ചാനലിൽ സംഭവിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ ഒരു ഹോഴ്സ് പവർ നിങ്ങളുടെ ചാനലിനുള്ളിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നത് പുറത്തുള്ള പലരോടും സബ് ചോദിക്കുക, സപ്പോർട്ട് ചോദിക്കുക എന്നുള്ള പരിപാടികളാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമുക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവം നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ അയക്കും, തോണി അയക്കും, ബോട്ട് അയക്കും എന്നൊക്കെ. അപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ബോട്ടും തോണിയൊക്കെ അയച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പോൾ അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ യൂട്യൂബ് ചാനലിൻ്റെ YT സ്റ്റുഡിയോ എടുക്കുക. YT സ്റ്റുഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ആ ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ ഫസ്റ്റിൽ ആദ്യം ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവം കാണും. ഈ ഡാഷ്ബോർഡിലാണ് നമ്മളത് നോക്കുമ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റ് ഇട്ട വീഡിയോൻ്റെ ഒരു അനലറ്റിക്സ് ഒക്കെ കാണാം. അപ്പോൾ ആ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വ്യൂസ് വന്നു, CTR എത്ര വന്നു, വ്യൂ ഡ്യൂറേഷൻ എത്ര വന്നു എന്നൊക്കെ കാണും. അതിൽ ടച്ച് ചെയ്യുക. അതിൽ ടച്ച് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ പോകുന്നത് മറ്റൊരു വിൻഡോയിലൊക്കെ ആയിരിക്കും. അവിടെ കാണുന്നത് ഓവർവ്യൂ, റീച്ച് എന്ന് പറഞ്ഞിട്ട് 2 ടാബാണ്. ഇതിൽ റീച്ചിൽ വരിക. റീച്ചിൽ വന്നിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ അവിടെ ഒരു ടൈറ്റിൽ കാണാം, കോണ്ടന്റ് സജസ്റ്റിംഗ് ദിസ് വീഡിയോ എന്ന് കാണും. ആ സംഭവത്തിൽ ഒരു 3, 4, 5 വീഡിയോസ് ലിസ്റ്റ് കാണാം. ഇനി ചിലപ്പോൾ 10, 15, 20 കാണാം. ആ ലിസ്റ്റ് നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കുക. അപ്പോൾ എത്ര വീഡിയോസിൻ്റെ കൂടെ നിങ്ങളുടെ ചാനൽ സജഷനിലേക്ക് പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആർക്കൊക്കെ ഇത് കാണാൻ പറ്റുന്നുണ്ട്, ആർക്കൊക്കെ പറ്റുന്നില്ല എന്നുള്ളത്. ഇനി എന്താണ് ഇത് കാണാൻ പറ്റിയാലുള്ള ഗുണം? ഇത് കാണാൻ പറ്റിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്? ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങളുടെ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇത് പറയുന്നത് നിങ്ങളുടെ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. അതായത് ഈ കണ്ടന്റ് സജസ്റ്റിംഗ് ദിസ് വീഡിയോ എന്ന് പറയുന്നു, അതായത് കോണ്ടന്റ് സജസ്റ്റിംഗ് ദിസ് വീഡിയോ എന്ന് പറയുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ വീഡിയോ ഈ പറയുന്ന വീഡിയോസിൻ്റെ കൂടെ സജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഗ്രാഫാണ് നമുക്ക് കാണിക്കുന്നത്. ഇത്രയും ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിയിട്ടും നമ്മളെ വീഡിയോക്ക് എന്തുകൊണ്ട് വ്യൂസ് വരുന്നില്ല, എന്തുകൊണ്ട് സബ് വരുന്നില്ല? അവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇനി നിങ്ങൾ ഇതൊക്കെ വിട്ട് വീണ്ടും പഴയ പരിപാടി വെച്ച് പോവുകയാണെങ്കിൽ, അതായത് സബ് ചോദിക്കുകയും സപ്പോർട്ട് ചോദിക്കുകയും ചെയ്യുകയാണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഈ പറയുന്ന ആൾക്കാരെ നിർബന്ധിപ്പിച്ച് സബ് ചോദിച്ചിട്ടൊന്നും നമ്മുടെ ചാനൽ മുന്നോട്ട് പോകില്ല. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ BMW കാറിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണ് നിങ്ങൾ കുതിരേനെ കെട്ടി വലിക്കുന്നത്. ഈ കുതിരയാണ് നിങ്ങൾ സബ്ബൊക്കെ ചോദിക്കുന്നത് എന്ന് പറയാം. ഇനി നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾക്ക് കുതിരേനെ കെട്ടി വലിക്കണോ അല്ല കാറ് സ്റ്റാർട്ടാക്കി ഓടിക്കണോ എന്നുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞത്, അതായത് സബ് കുറവുള്ള ആളുകൾ, 50, 100 സബ്ബുള്ള ആളുകളോടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 200, 300 സബ്ബുള്ള ആളുകളോടാണ് പറയുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് 100 സബ് ഉണ്ട്, അതായത് 100 മനുഷ്യരാണ് അത് സബ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് 100 പേരിലേക്ക് അത് എത്താമെന്ന് വിചാരിക്കുക. സബ് ചെയ്ത് എല്ലാവരിലേക്ക് ചിലപ്പോൾ എത്തണമെന്നില്ല, എന്നാലും എത്താമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആരോടാണ്? നമ്മൾ 50, 100 ആളുകളോടാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കുന്നത്.
യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ ഒരു 50 പേരെ നിർത്തിയിട്ട് നമ്മളെ കേൾക്കാൻ വേണ്ടി ഒരു 50 ആളുണ്ട് യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. നിങ്ങളൊരു വലിയ ഗ്രൗണ്ടിൽ സ്റ്റേജൊക്കെ കെട്ടിയിട്ട് 50 ആൾ നിങ്ങളുടെ മുന്നിലിരുന്ന് നിങ്ങൾ അവരോട് സംസാരിക്കുകയാണ്. എന്തായിരിക്കും അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്. കാരണം നിങ്ങൾക്ക് പേടി തോന്നും, വിറയൽ വരും. കാരണം 50 ആളാണ്, അതെല്ലാവരും നിങ്ങളുടെ ഫാൻസാന്ന് വിചാരിക്കുക. ഇത് 100 200 ആകുന്ന സമയത്ത് എന്ത് ചെയ്യും? ആളുകളുടെ എണ്ണം കൂടി. ഇപ്പം നിങ്ങൾക്ക് 10,000 ആൾ സബ് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ 100 ആളെ 200 ആളെ ഒന്ന് ആലോചിക്കുക. ഇത്രയും ആൾക്കാരെ മുമ്പിലാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് വേണം? ഇതൊക്കെ നിങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടി വന്ന ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അവതരണം കാണാൻ വേണ്ടി വന്ന ആളുകളാണെങ്കിൽ അവരെടുത്ത് നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവതരിപ്പിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് ഈ ആളുകളിലേക്ക് പിന്നീട് ഒരു 20 ആൾ കൂടി വരും, പിന്നെ 30 ആൾ കൂടി വരും. അങ്ങനെയാണല്ലോ നമ്മളൊരു ഇൻഫ്ലുവൻസർ ആവുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മുന്നിലുള്ള 50 പേരെ സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ 50 പേരിലേക്ക് മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാനുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, നിങ്ങൾ ഓരോ വീഡിയോസും നിങ്ങൾ മനസ്സറിഞ്ഞ് ഇമോഷണലി മറ്റുള്ളവരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും നല്ല വീഡിയോസ് ആയിരിക്കും ഓരോ പ്രാവശ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ഓരോ പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്യും. പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ അടിപൊളിയായിരിക്കണം. അടുത്ത വീഡിയോ നമ്മൾ ഇതിനേക്കാൾ അടിപൊളിയാക്കാൻ നമുക്ക് ശ്രമിക്കാം എന്നല്ലാതെ ഓരോ വീഡിയോസും നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. ഇത് ആളുകൾക്ക് ഈ മാറ്റം കാണാൻ പറ്റും. ആളുകൾ പറയും അവന് ഓരോ ദിവസം കഴിയുമ്പോഴേക്ക് ഇമ്പ്രൂവ് ആകുന്നുണ്ട് എന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 50 പേര് അല്ലെങ്കിൽ 100 പേര് സബുള്ളവരൊക്കെ ഈ രീതിയിൽ നിങ്ങൾ ശ്രമിക്കാം. ഇനി ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും തോന്നുന്നു, എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരു ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം പറയുന്ന കാര്യം, ഞാൻ വീഡിയോ ഇട്ടൊരു വലിയ കാര്യമൊന്നുമില്ല, ആരും കാണാൻ പോകുന്നില്ല എന്നാണോ, അല്ലെങ്കിൽ ഇതിന്ന് അത്യാവശ്യം ആളുകൾ കാണുമെന്നാണോ? ഈ രണ്ട് രീതി എത്ര തവണ ഒരു ദിവസം നിങ്ങൾ വീഡിയോ ആരും കാണില്ല, അതിൽ വലിയ സബ്ബൊന്നും വരില്ല എന്ന് ആലോചിക്കുന്നവരും, അതല്ലാതെ ഞാൻ എന്തായാലും പിന്നെ ഈ വീഡിയോയിൽ ഒരു 5 സബ്ബെങ്കിലും കയറുക അല്ലെങ്കിൽ നേരത്തെക്കാളും കൂടുതൽ സക്സസ് ആവും എന്ന് ആലോചിക്കുന്നവരും കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഡിഫറൻസ്, അതായത് നിങ്ങളുടെ ഈ മൈൻഡ് സെറ്റിലുള്ള ഡിഫറൻസ് ആണ് ഒരു പരിധി വരെ നിങ്ങൾ വീഡിയോ ചെയ്യാൻ മടി വരെ ഉണ്ടാക്കുന്നത്. കാരണം നിങ്ങൾ തന്നെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, എനിക്ക് സബ് ആവില്ല, എനിക്ക് സക്സസ് ആവില്ല, ഞാനൊക്കെ എപ്പോൾ നന്നാവാനാണ്, എപ്പോൾ സക്സസ് ആവാനാണ് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ അതിന് പകരം ഒരു മാസത്തെ കണക്ക് വെച്ചോ. ഞാനിപ്പോൾ ഓഗസ്റ്റ് കഴിയുമ്പോഴേക്ക് എനിക്ക് 1000 സബ് വരുമെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് ഗ്രൂപ്പിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അഹങ്കാരം പറഞ്ഞല്ല, എൻ്റെ ഒരു ആഗ്രഹമാണത്. അതുപോലെ എന്ത് 1500 സബ്ബായി. ഇതേപോലെ തന്നെയാണ് നിങ്ങളും ആ ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ്, നമുക്ക് എന്തായാലും സക്സസ് ആകാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഇനി നേരത്തെ പറഞ്ഞ കോണ്ടന്റ് സജഷൻ വീഡിയോ വരാത്ത ആളുകൾ, അതിൽ വീഡിയോ വരാത്ത ആളുകൾ ചെയ്യേണ്ടത് അതിലേക്ക് എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, നിങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് ഒരേ സമയത്ത് ഇടുക. ആഴ്ചയിൽ 1 തവണയാണെങ്കിൽ 1 തവണ, 2 തവണയാണെങ്കിൽ 2 തവണ, 3 തവണയാണെങ്കിൽ 3 തവണ വളരെ കൃത്യമായിട്ട് 7 മണിക്കാണെങ്കിൽ 7 മണിക്ക്, 8 മണിക്കാണെങ്കിൽ 8 മണിക്ക്, 9 മണിക്കാണെങ്കിൽ 9 മണിക്ക് ഇടുക. എന്നിട്ട് നിങ്ങളത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴാണോ ഈ കോണ്ടന്റ് സജഷൻ ദിസ് വീഡിയോയിലേക്ക് നിങ്ങളുടെ വീഡിയോ പോകുന്നത്, അന്ന് മുതൽ നിങ്ങൾക്കൊരു വഴി തുറന്നു. അതായത് പൊതുജനങ്ങളിലേക്ക് നിങ്ങൾ വീഡിയോ എത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി ഇത് പറയുന്നത് കോമൺ ആണ്, എത്തിയവരോടും ഇനി എത്താൻ പോകുന്നവരോടും കൂടി പറയുന്നതാണ്. ഇങ്ങനെ നിങ്ങളുടെ വീഡിയോ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന്, നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ ആളുകൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാൻ തോന്നണം. അത് ചെയ്യാൻ തോന്നണമെങ്കിൽ എന്ത് വേണം? നല്ല തമ്പനയിൽ കൊടുക്കണം. രണ്ടാമത് നല്ല ടൈറ്റിൽ കൊടുക്കണം. പിന്നെ ഇത് കണ്ട് ക്ലിക്ക് ചെയ്ത് വന്ന ഒരാൾക്ക് നിരാശ തോന്നുന്ന രീതിയിലുള്ള അവതരണം ആയിരിക്കരുത്. നിങ്ങൾ ആ കാര്യത്തിൽ ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് നിങ്ങൾ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിനെ മാത്രം മനസ്സിൽ കണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മോണിറ്റൈസേഷൻ ആവും. പക്ഷേ നിങ്ങൾക്ക് വരുമാനം ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഡേ 1 മുതൽ, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം മുതലുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഓരോ വീഡിയോയും അടിപൊളിയായിരിക്കണം. ഇന്ന് മുതൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ആയി എന്ന് തന്നെ വിചാരിച്ചോ, നിങ്ങൾ എന്ത് ചെയ്യാം, ആ രീതിയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് ദിവസങ്ങൾ, മാസങ്ങൾ കൊണ്ട്, അതായത് 1-2 മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആവുകയും, പക്ഷെ അപ്പോഴേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഫോളോവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അവരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വ്യൂസ് കൂടുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലെ വരുമാനവും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഈ രീതികളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാവരും സപ്പോർട്ട് ചോദിച്ചിട്ടോ നടക്കേണ്ട. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഉള്ള 50 പേരെയാണെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാനും അവരിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള മാക്സിമം കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യാം.
അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടാവും ചിലപ്പോൾ, എന്നാലും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.